ചലച്ചിത്ര താരം മധു അടക്കം വിവിധ മേഖലകളിലെ പ്രമുഖർക്ക് കേരള സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകുന്നു. കവി ശ്രീകുമാരൻ തമ്പി, മുൻ ISRO ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ, ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റൻ PR ശ്രീജേഷ് എന്നിവർക്കാണ് ഡോക്ടറേറ്റ് നൽകുന്നത്. സർവകലാശാല സിൻഡിക്കേറ്റിലാണ് നിലവിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, വിശദാംശങ്ങൾ പറയൂ. ഷാമിലി, സർവകലാശാല ഇത്തരത്തിൽ ഓണററി ഡോക്ടറേറ്റ് പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്ക് നൽകാറുള്ളതാണ്. സമാനമായ ഒരു നടപടി ഇത്തവണയും ഈ വർഷവും കേരള സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. 4 പേർക്കാണ് നിലവിൽ ഓണററി ഡോക്ടറേറ്റ് നൽകാൻ സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് അല്പസമയം മുമ്പാണ് ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനമുണ്ടായിട്ടുള്ളത്. സിനിമാ നടൻ മധു, കവി ശ്രീകുമാരൻ തമ്പി, മുൻ ISRO ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ കെ രാധാകൃഷ്ണൻ, ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും ഒളിമ്പ്യനുമായിട്ടുള്ള PR ശ്രീജേഷ് എന്നിവർക്ക് ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൽകാനാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. കെ രാധാകൃഷ്ണന് ഓണററി DSc ബിരുദം, ഡോക്ടർ ഓഫ് സയൻസ് എന്നുള്ള ബിരുദവും മറ്റു 3 പേർക്ക് ഓണററി ഡിലീറ്റ് ബിരുദവും നൽകാനാണ് സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ബിരുദദാന ചടങ്ങ് എന്ന് നടക്കും എന്നുള്ള കാര്യത്തിൽ സർവകലാശാല അറിയിപ്പൊന്നും നൽകിയിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങ് സർവകലാശാല ആസ്ഥാനത്ത് വെച്ച് നടക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഷാമിലി. ശരി, ഹാൻസ് ജോൺ ആണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. എറണാകുളം വടക്കൻ പറവൂരിൽ യുവതിയെ ആൺസുഹൃത്ത് കുത്തിക്കൊന്നു. ചൂണ്ടി സ്വദേശി 24 വയസ്സുകാരിയായ സുരമ്യയാണ് കൊല്ലപ്പെട്ടത്. യുവാവിനെ വടക്കേക്കര പോലീസ് കസ്റ്റഡിയിലെടുത്ത വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, ദാരുണമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണം? വിശദാംശങ്ങൾ. ഷാമിലി, ഇന്ന് രാവിലെ 10 മണിയോടെയാണ് നാടിനെ ഞെട്ടിച്ച ഈ ദാരുണ സംഭവം നടന്നത്. ചൂണ്ടി സ്വദേശിനി 24 വയസ്സുകാരിയുമായ സുരമ്യ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവരുടെ ആൺ സുഹൃത്താണ് ഇവരെ കുത്തി പരിക്കേൽപ്പിച്ചത്. അവര് മരിക്കുന്നതുവരെ ഇയാൾ അവർക്ക് ചുറ്റും കത്തിയുമായി കാവൽ നിന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഗുരുതരമായി പരിക്കേറ്റ യുവതിയുടെ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് പിന്നീട് അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെ അവർ മരണം സംഭവിക്കുകയായിരുന്നു. സംഭവത്തിൽ വടക്കേക്കര പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തി വരികയാണ്. ശരി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന UPSC ഉദ്യോഗാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിച്ച സർക്കാർ. നാളെ രാവിലെ 10:30 വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിലാണ് യോഗം. ഉദ്യോഗാർത്ഥികൾ നിവേദനം നൽകിയതിനെ തുടർന്നാണ് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചത്. ഹാൻസ് ജോൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസ്, അവർ നിരാഹാര സമരം അവരിപ്പോഴും തുടരുകയാണ്. ആദ്യം അത് വളർമതിയായിരുന്നു, പിന്നീട് മറ്റു ഉദ്യോഗാർത്ഥികളും സമരത്തിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു നിവേദനം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും സർക്കാർ അത് ആദ്യഘട്ടത്തിൽ പരിഗണിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ടായിരിക്കുമല്ലോ ചർച്ചയ്ക്ക് വിളിച്ചത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഷാമിലി, സെക്രട്ടേറിയറ്റിന് മുന്നിൽ 2 സമരങ്ങൾ പ്രധാനമായും നടക്കുന്നുണ്ട്. ഒന്ന് LPST റാങ്ക് ഹോൾഡർമാരുടെ സമരമാണ്. അതിൽ ഇന്നലെ ഒരു തീരുമാനമായിട്ടുണ്ട്. സെപ്റ്റംബർ വരെ പ്രത്യക്ഷമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കില്ല എന്ന് ഈ ഉദ്യോഗാർത്ഥിയായിട്ടുള്ള വളർമതി നിരാഹാരം അനുഷ്ഠിച്ച LPST റാങ്ക് ഹോൾഡർമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകാരണം അവരുടെ പ്രതിഷേധം ഇപ്പോൾ ശക്തമല്ല. അവർ ഇപ്പോൾ പ്രതിഷേധം മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യമാണ്. അതേസമയം UPST റാങ്ക് ഹോൾഡർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 17 ദിവസമായി സമരത്തിലാണ്. ഇവരുമായി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച നടത്താൻ സർക്കാർ ഇതുവരെയും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതാനും തവണ 6 തവണയോളം വിദ്യാഭ്യാസ മന്ത്രിയുമായി ഇവർ കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ പോലും ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ചർച്ച നടന്നില്ല. നിവേദനം സ്വീകരിക്കുക മാത്രമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം LPST റാങ്ക് ഹോൾഡർമാരുടെ സമരത്തിൽ ഒരു തീരുമാനമായതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രിയെ ഇവർ നേരിട്ട് കാണുകയും നിവേദനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാളത്തേക്ക് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. നാളെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിൽ 10:30 യോഗമെന്നാണ് അറിയാൻ കഴിയുന്നത്. മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് അല്ലേ? മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇന്ന് പോയി കണ്ടപ്പോൾ നാളെ രാവിലെ 10 മണിക്ക് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഈ സമരം 16 ദിവസമായി തുടങ്ങിയിട്ട്. ആ 16 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളെ നീണ്ടു നിൽക്കുന്ന ഞങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ റാങ്ക് ലിസ്റ്റ്. ആ റാങ്ക് ലിസ്റ്റിന് ഇന്ന് ഈ ദിവസം വരെ എടുത്തത് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് 4000-ഓളം ആളുകൾ ഉള്ള ഒരു ലിസ്റ്റിൽ നിന്ന് ആകെ 10 പേർക്ക് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പരിഹരിക്കാൻ വേണ്ടി ഒരു ചർച്ച എന്നുള്ള രീതിയിൽ നാളെ രാവിലെ മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് നടത്താം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. LPSC റാങ്ക് ഹോൾഡർമാരുടെ സമരത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. നിങ്ങളുടെയിലും അങ്ങനെ ഒരു തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ആവശ്യങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്? ആവശ്യങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ആവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ അവിടെ സമരത്തിലിരിക്കുന്ന ഉദ്യോഗാർത്ഥിയുടെ പ്രതികരണമാണ് പ്രേക്ഷകർ കേട്ടത്.